സന്തോഷകരമായ വാർത്തയാണ് ഇനി പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഫോർമുല 1 ഇതിഹാസ താരം മൈക്കിൾ ഷൂമാക്കറുടെ ആരോഗ്യനിലയിൽ നിർണായക പുരോഗതി ഉണ്ടായിരിക്കുകയാണ്. 4 ചുവരുകൾക്കുള്ളിലെ 12 വർഷത്തെ കിടപ്പു ജീവിതത്തിൽ നിന്ന് അദ്ദേഹം മുക്തനാകുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിവർന്നിരിക്കാനും വീൽചെയറിന്റെ സഹായത്തോടെ വീട്ടിലുടനീളം സഞ്ചരിക്കാനും ഇപ്പോൾ ഷൂമാക്കറിന് സാധിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഫൈസൽ ഹംസ ചേരുന്നുണ്ട്. ഫൈസൽ, എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ ഡോക്ടേഴ്സ് തന്നെ ഇനിയൊരു പഴയ പോലെ അദ്ദേഹത്തിന് മടങ്ങി വരാൻ കഴിയില്ല എന്ന് പറയുന്നത് വലിയ നിരാശയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആരാധകർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരൊക്കെ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് നിവർന്നു നിൽക്കാൻ കഴിയുന്നുണ്ട്, നിവർന്നിരിക്കാൻ കഴിയുന്നുണ്ട്, വീൽ ചെയറിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിലും വീട്ടിലുടനീളം സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട് എന്നതൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എന്താണ് ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത്? എന്താണ് ഫൈസൽ? റിജിത്ത്, കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന, അവർ ഏറെക്കാലമായി കേൾക്കാൻ കൊതിച്ച ഒരു വാർത്തയാണ് ഷൂമാക്കറുടെ മടങ്ങിവരവ്. 4 ചുവരുകൾക്കുള്ളിൽ അദ്ദേഹം തളച്ചിടപ്പെട്ടിട്ട് ഒരു വ്യാഴവട്ടക്കാലം കഴിയുകയാണ്. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് പലതരത്തിലുള്ള റൂമറുകളും പരന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും ഭാര്യയ്ക്കും അടുത്ത കുടുംബത്തിനും മാത്രമാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. ഇക്കാര്യത്തിലാണ് ഇംഗ്ലീഷ് മാധ്യമമായ ഡെയിലി മെയിൽ ഇന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഷൂമാക്കർ 4 ചുവരുകൾക്ക് ഉള്ളിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വീൽ ചെയറിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്പെയിനിലെയും സ്വിറ്റ്സർലൻഡിലെയും വസതികളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. വീൽ ചെയറിലാണെങ്കിൽ പോലും അവിടെ അദ്ദേഹം ഈ ചുവരുകൾക്ക് പുറത്തേക്ക് അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാർത്ത. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊന്നും ഇതുവരെ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗിക സ്ഥിരീകരണമല്ല, പക്ഷേ ഇംഗ്ലീഷ് മാധ്യമം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. 2013 ഡിസംബറിലാണ് അദ്ദേഹത്തിന് ഒരു വലിയ അപകടം സംഭവിക്കുന്നത്. ആൽപ്സ് മലനിരകളിൽ അദ്ദേഹത്തിൻ്റെ മകനൊപ്പം അദ്ദേഹം സ്കീയിങ് നടത്തുകയായിരുന്നു. ആ സ്കീയിങ്ങിനിടെ അദ്ദേഹം തെറിച്ചു വീണു. അദ്ദേഹത്തിൻ്റെ തല ഒരു പാറയിലിടിക്കുകയായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം കോമയിലാവുകയാണ് ഉണ്ടായത്. മാസങ്ങൾക്ക് ശേഷമാണ് ആ കോമയിൽ നിന്ന് അദ്ദേഹം ഉണരുന്നത്. 2014 ജൂണിലാണ് ഇത്തരത്തിൽ അദ്ദേഹം കോമയിൽ നിന്നും ആ സിറ്റുവേഷനിൽ നിന്നും മാറുന്നത്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് ശരീരം അനക്കാനോ അല്ലെങ്കിൽ നടക്കാനോ ഒന്നും കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊറീന അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായി അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും അദ്ദേഹത്തെ പരിചരിക്കുകയും ഉണ്ടായി. അതാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഒരു റിക്കവറി സ്റ്റേജിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തെ മിന്നും വേഗമുള്ള താരം അല്ലെങ്കിൽ വേഗതയുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഷൂമാക്കറിൻ്റെ ജീവിതം അത് 4 ചുവരുകൾക്കുള്ളിലേക്ക് തളച്ചിടപ്പെട്ടത് കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമമുണ്ടാക്കിയ, വേദന ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ആ വേദനയിൽ ഒരു ചെറിയ ആശ്വാസമാണ് വരട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത്. എന്തായാലും സന്തോഷകരമായ വാർത്തയാണ്, ആശ്വാസകരമായ വാർത്തയാണ്. 2013 ഒരു വലിയ അപകടമാണ്. അത് ഹെൽമറ്റൊക്കെ ധരിച്ചിട്ടും ഒരു അവധിക്കാല ആഘോഷത്തിനിടെ മകനൊപ്പം അവധി ആഘോഷിക്കുന്നതിനിടയിലാണ് ഹെൽമറ്റൊക്കെ ധരിച്ചിട്ടും മുകളിൽ നിന്ന് വീണ് ഹെൽമറ്റൊക്കെ തകർന്ന് കോമയിലേക്ക് പോകുന്ന നിലയുണ്ടായത്. എന്തായാലും ഇപ്പോൾ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. ഫൈസൽ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.